തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു പാലയിലേക്ക് വരുമ്പോൾ പാലയിൽ മത്സരം UDFും NDAയും തമ്മിലെന്ന അവകാശവാദമാണ് ഷോൺ ജോർജ് ഉന്നയിക്കുന്നത്. ജോസ് കെ മാണി മൂന്നാമത് പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. വികസനം തടഞ്ഞെങ്കിൽ കാപ്പൻ ജോസ് കെ മാണിയുടെ വീട്ടിൽ പോയി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമായിരുന്നു വേണ്ടത്. രാഷ്ട്രീയ അടിമത്തമില്ലാത്ത നിയോജക മണ്ഡലമാണ് പാല എന്നതാണ് ജയിക്കുമെന്ന തന്റെ ആത്മവിശ്വാസത്തിന് പിന്നിലെന്നും ഷോൺ ജോർജ്. കോട്ടയം ജില്ലയിൽ ഒരുപക്ഷെ ഏറ്റവും തീപാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലം പാല ആണെന്ന് തന്നെ പറയാം. അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വം ഷോണിൻ്റെതാണ്. അങ്ങനെയാണ് അതൊരു ത്രികോണ മത്സരമായി മാറുന്നത്. ഷോൺ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഷോൺ ജോർജ്, എങ്ങനെയുണ്ട്? പ്രചരണം തുടങ്ങി, വളരെ മറ്റ് രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ വന്നു. നന്നായി പോകുന്നു. ജനങ്ങളെ കാണാൻ നമുക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാം കൂടി 20 ദിവസം കഷ്ടിയുള്ളൂ. പ്രചരണത്തിന് 20 ദിവസമുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാണുന്നത് എൻ്റെ ഒരു പ്രവർത്തന ശൈലി എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് പരമാവധി ആളുകളെ നേരിട്ട് കാണണമെന്നാണ്. ഈ വണ്ടിയിൽ കൈപൊക്കി കാണിച്ചു പോകുന്നത് സ്വാഭാവികമാണ്, അങ്ങനെ നടത്തിയേ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകളെ നേരിട്ട് കാണാൻ കഴിയുമോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ശ്രദ്ധ എവിടെയാണ്. ഈ എങ്ങനെയാണ് മത്സരം ചിത്രം വന്നു, എങ്ങനെയാണ് ഒരു ഫൈറ്റ് വരുന്നത്? ത്രികോണ മത്സരമാണോ? എങ്ങനെയാണ്? 3 പേരുള്ളപ്പോൾ ത്രികോണം എന്ന് പറയാമല്ലോ. അത് സ്വാഭാവികമായിട്ട് ത്രികോണ മത്സരം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പ് വല്ലാണ്ട് ഇല്ലാതായി പോയിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റില്ല. എല്ലാവരെയും ഒരേപോലെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് തന്നെ BJP മുമ്പോട്ട് പോകും. പക്ഷേ അവിടെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ത്രികോണ മത്സരത്തിന് അന്തരീക്ഷമായിരിക്കില്ല. ഫൈറ്റ് നമ്മളും BJPയും UDFും തമ്മിലാണ്. മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് പാല. അവരുടെ ഹൃദയം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ശക്തി കേന്ദ്രത്തിൽ ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം നോക്കുന്നത്? മാണി സാർ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ഉണ്ടായിരുന്ന മാണി ഗ്രൂപ്പിൻ്റെ 80% നേതാക്കന്മാർ ഇന്ന് മാണി ഗ്രൂപ്പിലില്ല. ഞാൻ പേര് വേണം എടുത്ത് പറയാം. ജോയി ഇബ്രാഹിം എവിടെ? EJ അഗസ്ത്യ എവിടെ? കുര്യാക്കോസ് പടവൻ എവിടെ? സിബി പുത്തേട്ട് എവിടെ? അങ്ങനെ ഒരു 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 100 പേരെ പാല ആയിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഒരു 100 പേരെ കാണിച്ചു തരാം. ഇന്ന് ആ പാർട്ടിയിലില്ല. ഇവിടെ ഒരു മുന്നണിയുടെ ഭാഗമായ ആ മുന്നണി അധികാരത്തിരിക്കുന്നതുകൊണ്ട് മാത്രം കേരള കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് നടക്കാമെന്നല്ലാതെ കേരള കോൺഗ്രസിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന ഒത്തിരി ആളുകൾ ഇന്ന് അവിടെ ഇല്ല. മാത്രമല്ല, പാർട്ടി എങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. ഞങ്ങളൊക്കെ ആ പാർട്ടിയെ സ്നേഹിച്ചവരല്ലേ. ഞങ്ങളൊക്കെ ആ പാർട്ടിക്ക് വേണ്ടി എന്തേരം നിലകൊണ്ടവരാണ്. അങ്ങനെ 100 കണക്കിന് ആളുകൾ പാർട്ടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയപ്പോൾ 90% കുറേ ആളുകൾ പാർട്ടി മാറി വേറെ പാർട്ടികളിലേക്ക് പോയി. ബാക്കി കുറേ ആളുകൾ ഈ പണി നിർത്തി വീട്ടിൽ കയറി. അതാണ് പാലായിലെ യഥാർത്ഥ ചിത്രം. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതായത് ഈ ജോസ് കെ മാണി മൂന്നാമതാകും എന്നാണ്. ഒരു സംശയം വേണ്ട, ഒരു സംശയം. മൂന്നാമത് വേറെ ആളില്ലെങ്കിൽ അതാണ്. അത്രത്തോളമാണ്. ഒരു സംശയം വേണ്ട. ഞാൻ ചുമ്മാ പറയുന്നല്ല. ഞാൻ പാലായെ ഇന്ന് ഇവർ 2 പേരേക്കാൾ കൂടുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ ഫീൽഡിലുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി ഞാൻ ഫുൾ ടൈം ഫീൽഡിലുള്ള ആളാണ്. എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് അത്ര മോശമാണ്. ഈ വികസനം കൊണ്ടുവന്ന താനാണെന്ന് ജോസ് കെ മാണി പറയുന്നു കഴിഞ്ഞ 5 വർഷം. കാപ്പൻ പറയുന്നു അങ്ങനെയല്ല എന്ന് പറയുന്നു. എന്താണ് ആ ഒരു വിവാദത്തിൽ, അവർ തമ്മിലുള്ള ഒരു പോരിൽ പറയാനുള്ളത്? എനിക്ക് സഹതാപമാണ് 2 പേരോടും തോന്നുന്നത്. ഒരു ജനപ്രതിയായിട്ട് ജനിച്ച ഒരാൾ പറയാണ് മറ്റേയാൾ സമ്മതിക്കാത്തതുകൊണ്ട് വികസനം വരുന്നത്. അല്ല, വീട്ടിൽ കയറി കുത്തിയിരിക്കണ്ടേ? ഞാൻ MLA ആയിരിക്കുന്ന ഒരു നാട്ടിൽ, അല്ലെങ്കിൽ ഞാൻ ജനപ്രതിനിധി ആയിരിക്കുന്ന നാട്ടിൽ എൻ്റെ വികസനം, എനിക്ക് അർഹതപ്പെട്ട, എൻ്റെ നാടിനകത്ത് അർഹതപ്പെട്ട വികസനം ആരും തടസ്സപ്പെടുത്തിയ അവർ വീട്ടിൽ കയറി ഞാൻ കുത്തിയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. കാരണം എന്നെ ജനം ഏൽപ്പിച്ച ജോലിയാണത്. മാനസികാപ്പൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇലക്ഷൻ എടുത്തപ്പം ഇത് പറയുന്നല്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനി ജോസ് കെ മാണി ആകട്ടെ, നെഞ്ചിലാണ് പാല, കരളാണ് പാല എന്നൊക്കെയാണ് പറയുന്നത്. പാലയോടാണ് സ്നേഹമെങ്കിൽ ഇയാൾ എന്തിനാണ് വികസനം തടസ്സപ്പെടുത്തിയത്? അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായിട്ട് ഇരുന്നിട്ട് എന്ത് കാര്യമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പാലായിൽ ചെയ്തത്? ഇതെല്ലാം അവിടെ തുറന്നു കാട്ടും. അവിടുത്തെ വികസന മുരടിപ്പ് തുറന്നു കാട്ടുക എന്നുള്ളതാണ്. അല്ല, പാലായിലേക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. പാലായിക്ക് അതിനുള്ള മറ്റേത് നിയോജകമണ്ഡലത്തെക്കാൾ വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നിയോജകമണ്ഡലമാണ് പാല. ആ പാലായിക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങളോട് ഞാൻ പറയും. അത് ഞാൻ ചെയ്തും കൊടുക്കും. ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസ് കേന്ദ്ര സർക്കാർ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഷോൺ ജോർജ് MLA ആയാൽ എന്ത് പാലായിൽ നടക്കും? ഷോൺ ജോർജ് MLA ആയാൽ പാലായിൽ എന്ത് നടക്കും? ഇന്ത്യയിൽ എന്ത് നടക്കും? അതെല്ലാം പാലായിൽ നടക്കും. ഒരു കാര്യം കൂടിയുള്ളത്, അവിടുത്തെ പല വികസന പദ്ധതികൾ ഇങ്ങനെ വികസിത കേരളം എന്നാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതൊക്കെയാണോ പാലങ്ങൾ? എന്താണ് അത് കൃത്യമായി ഒന്നുകൂടെ പറഞ്ഞത്? വികസിത കേരളം എന്ന് പറയുന്ന റോഡും പാലം മാത്രമല്ല, പാർട്ട് ഓഫ് അത് ഇൻഫ്രാസ്ട്രക്ചറിന് ഇടയിൽ എന്ന സെക്ഷനിൽ വരുന്നതാണ്. വികസിത കേരളം എന്ന് പറയുന്ന കാര്യത്തിൽ വികസിത പാല വരുമ്പോൾ അതിനകത്ത് കൃഷി വരും, ടൂറിസം വരും, IT വരും.
പാലായുടെ ഒരു സമഗ്ര വികസനമാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിതാവിനെ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാനൊരു ഔട്ട് സ്പോക്കൺ ആണ്, എന്തും തുറന്നു പറയും, പക്ഷെ എൻ്റെ മകൻ നല്ല പുകഴ്ത്തി പറയല്ലോ, ഭയങ്കര പക്വതയുള്ള ആളാണ്. അല്ല, ഞാനതിനൊരു ഒറ്റ മറുപടി പറയുള്ളൂ. ഞാൻ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആയത്, ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനായതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും രാഷ്ട്രീയം മാത്രം കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷെ പപ്പ അങ്ങനെയല്ല. പപ്പ തനി കർഷകനായ പ്ലാത്തോടത്തെ ചാക്കോച്ചൻ്റെ മകനാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷെ ഞാൻ പപ്പ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറയുന്നില്ലേ. പക്ഷെ അതിൻ്റെ ഭാഷയും ശൈലിയും എല്ലാവർക്കും ഓരോരോ ശൈലിയില്ലേ. എൻ്റെ ശൈലി മറ്റൊന്നാണ്. അപ്പോൾ പപ്പ പറയുന്ന ഏത് കാര്യങ്ങളും ഞാൻ കൃത്യമായി അവതരിപ്പിക്കാറുണ്ടല്ലോ. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയിൽ ഞാൻ കേരള സമൂഹത്തിനിടയിൽ അവതരിപ്പിച്ച 7 വിഷയങ്ങൾക്കാണ് ഗൗരവമില്ലാത്തത്. അപ്പം അത് രണ്ടുപേരും പറഞ്ഞ് ജനങ്ങളോട് പറയുന്ന ഒരു ശൈലിയുടെ വ്യത്യാസം. എൻ്റെ ശൈലി ഇതാണ്. പേട്ടയിൽ മുസ്ലിം വോട്ടുകൾ അടക്കം കിട്ടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം ഇത്തവണ. അല്ല, ഈ ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ലല്ലോ. തീവ്രവാദികളല്ലാത്ത മുസ്ലിങ്ങളും ഈ നാട്ടിലുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവർക്ക് ഈ രാജ്യസ്നേഹമുള്ള മുസ്ലിം സഹോദരങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പാലയിൽ ഒരു എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? 20-ൽ കുറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും കോൺഫിഡൻസ് ആണ്? ഞാൻ പാലായിക്ക് മത്സരിക്കാൻ പോകും. ഞാൻ അവിടെ ഇതുപോലെ മെനക്കെടും, അതുപോലെ പണിയെടുക്കും. എനിക്ക് നല്ല വിശ്വാസമാണ്. മാത്രമല്ല, ഇതെൻ്റെ പാർട്ടിയോടുള്ള എൻ്റെ കടമയാണ്. കാരണം കുറേ കാലമായിട്ട് നമുക്കെതിരെയുള്ള കുറേ അവിഖ്യാതികളുണ്ട്, അത് മാറ്റണം. മാത്രമല്ല, അതിന് ഏറ്റവും നല്ല നിയമനം പാലയാണ്. പാല എൻ്റെ കൂടെയുണ്ട്. എനിക്ക് പാലയിലെ ജനങ്ങളെ അത്ര വിശ്വാസമാണ്. പാലയിലെ ജനങ്ങളുടെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. അത്രയും ഏത് വശത്തേക്കും കൊള്ളാമെന്ന് തോന്നിയ തിരിയും അതാണോ പാലയുടെ ഒരു സ്വഭാവമായിട്ട് തോന്നുന്നത്? അങ്ങനെ ആ ഭാഷ പറഞ്ഞാൽ അത് അവസരവാദം എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. പാലായ്ക്ക് പൊളിറ്റിക്കൽ അഡിക്ഷൻസ് ഇല്ല. ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു, എല്ലാ കാലത്തും കോൺഗ്രസ് വോട്ട് ചെയ്യും. ഞാൻ LDFിന് വോട്ട് ചെയ്തു, എല്ലാ കാലത്തും LDFിന്. അങ്ങനെയല്ല. പാല നിഷ്പക്ഷമാണ് ഇപ്പോഴും. ഒരു 10% ആളുകൾക്ക് രാഷ്ട്രീയമുള്ളൂ. ബാക്കി എല്ലാവരും നിഷ്പക്ഷമായി ചിന്തിച്ച് കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യുന്നവരാണ്. അതാണ് രാഷ്ട്രീയ അടിമത്തമില്ലാത്തൊരു നിയോജകമുള്ള പാല. അതാണ് പാലയെ സംബന്ധിച്ചാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിശ്വാസം. അല്ല, ഏത് കണക്ക് പ്രകാരമാണ് ഞാൻ ജയിക്കുമെന്ന് പറയുന്നത്? BJPക്ക് വോട്ട് ചെയ്യാനും മടിയില്ലാത്തവരാണ്. BJPക്ക് തന്നെ വോട്ട് ചെയ്ത് തന്നെ. BJPക്ക് ഇന്ത്യ മുഴുവൻ വോട്ട് ചെയ്ത് ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമല്ല BJP. പിന്നെ പാലായിൽ എന്താ ആളുകൾക്ക് വോട്ട് ചെയ്താൽ പാലയിൽ വോട്ട് ചെയ്യും. അതിനുള്ള നല്ല ബോധം വിവരമൊക്കെ ഉള്ള ആളുകളാണ് പാലക്കാർ. എന്തായാലും ഷോണിൻ്റെ ഒരു ആത്മവിശ്വാസം ഇത് തന്നെയാണ്. ആത്മവിശ്വാസം ഷോണിനെ രക്ഷിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. പാലയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.